ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എം.വി. ഗോവിന്ദൻ മാഷും ഒക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മഴ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അവിടെ മന്ത്രി A.P. അനിൽകുമാറുണ്ട്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, M.V. ജയരാജൻ, M.V. ഗോവിന്ദൻ മാഷ് തുടങ്ങിയവരും ഇപ്പോൾ ദുരന്തമുഖത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുണ്ട്. അപകടം നടന്ന സ്ഥലത്തേക്കാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ മന്ത്രിതല സംഘം അവിടെ എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. എന്താണ് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിനെ പുറത്തുവിട്ടിരിക്കുന്ന GSIയുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇനി കമ്പനി ഒരു വിശദീകരണം നൽകേണ്ടി വരും. ഇപ്പോൾ മുബഷീറുണ്ട്. മുബഷീർ, പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ മാഷും ഒക്കെ ആ സ്ഥലത്തേക്ക് പോവുകയാണോ? മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് മീനാക്ഷി പാലം കടന്നു പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ കള്ളാടി മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. റവന്യൂ മന്ത്രി A.P. അനിൽകുമാർ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് നൽകി. അവരോടൊപ്പം അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ്, പിണറായി വിജയൻ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ, M.V. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളുമുണ്ട്. ഇവിടെ നിന്നും സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം തൊട്ടപ്പുറത്ത് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് പോളിടെക്നിക് കോളേജിൽ. അവിടെയുള്ള ആളുകളെ സന്ദർശിക്കും. അതിനുശേഷം ആശുപത്രിയിൽ പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ചതിനു ശേഷമായിരിക്കും CPM DC ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം കൂടിയാണിത്. വിശേഷം LDF-ന്റെ കാലത്തായിരുന്നു ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു പ്രദേശവാസികളെ സംബന്ധിച്ച്. പരിസ്ഥിതി ലോല മേഖലയായതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും പരിസ്ഥിതി ആഘാത പഠനം, വിദഗ്ധരുടെ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷം തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ചൂരൽമല ദുരന്തമുണ്ടായ സംഭവം ആ മേഖലയിൽ നിന്ന് ഏകദേശം കിലോമീറ്ററുകൾ ഇപ്പുറത്ത് കള്ളാടി മേഖലയിൽ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ വിശേഷം UDF സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും കരാർ കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ CPM നേതാക്കളുടെയും ഈ മേഖലയിലെ സന്ദർശനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുവിട്ട GCIയുടെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് മുൻപിലുണ്ട്. ഇത് മണ്ണിടിച്ചിലല്ല, മറിച്ച് സുരക്ഷാ ഭിത്തി ഇടിഞ്ഞ് അത് മണ്ണിടിഞ്ഞ് താഴോട്ട് വന്നതാണെന്ന രീതിയിലുള്ള GCI നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അപാകത, ആ റിപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുൾപ്പെടെ എന്തായാലും അവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, മന്ത്രി, ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ മാഷ്, ഇവരെല്ലാവരും ഇപ്പോൾ സ്ഥലത്തുണ്ട്, പരിശോധന നടത്തുകയാണ്.